ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പം ഇവിടെ ഇറങ്ങിയതാണ്. ഇന്ന് ഞങ്ങൾ കാന്തല്ലൂരുള്ള ഭ്രമരം പോയിൻ്റ് കാണാൻ വേണ്ടി പോകുന്ന വഴിയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു വാട്ടർ ഫാൾസ് കണ്ട് അതിനുവേണ്ടി ഇറങ്ങിയതാണ്. പോകുന്ന യാത്രയിലുള്ള കാഴ്ചകളാണ്. ഇപ്പം മൂന്നാർ അടുക്കാറായിട്ടുണ്ട്. പോകേണ്ട സ്ഥലം കാന്തല്ലൂരാണല്ലോ. കാന്തല്ലൂർ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് അവിടുന്ന് ജീപ്പയിൽ അടുത്ത യാത്രയ്ക്ക് പോകാൻ വേണ്ടി. ഇതിപ്പം മൂന്നാർ KSRTC സ്റ്റാൻഡിൻ്റെ മുൻവശത്തുള്ള കാഴ്ചയായി കാണുന്നത്. പാതകയിൽ ഒരു വലിയ ഗ്രൗണ്ടും ഒക്കെ കണ്ടു. അവിടെ ഒരുപാട് പശുക്കളും ഒക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. പശുക്കളെ ഈ ക്യാമറയിൽ കൂടെ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരുപാട് പശുക്കളും ഒക്കെ നിൽപ്പുണ്ട്. ഇന്ന് മഴയുടെ ലക്ഷണമൊന്നുമില്ല. രാവിലെയാണ്. ഇപ്പം നല്ല അന്തരീക്ഷമാണ്. മഞ്ഞും അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്മൾ മൂന്നാർ എപ്പം വന്നാലും കോടയൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പം കോടയൊന്നുമില്ല. അതുകൊണ്ട് നല്ല സുന്ദരമായ കാഴ്ചകളാണ് കണ്ടുപോകുന്നത്. ഇതുകൊണ്ടോ ബസ്സിൽ നമ്മളിരുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ്. ശരിക്കും നമ്മൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ കാഴ്ച ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അവിടുന്ന് മൂന്നാറിൽ നിന്നും നമ്മൾ കാന്തല്ലൂർ പോകണം, അതല്ലെങ്കിൽ വട്ടവട പോകണം. അങ്ങോട്ടാണ് പ്രകൃതിയുടെ ഭംഗി നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. മൂന്നാറിൽ നമുക്കാകെയുള്ളത് തേയിലത്തോട്ടം, ഡാം അതൊക്കെയുള്ളൂ. പക്ഷേ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ മൂന്നാറിൽ നിന്നും നമ്മൾ നേരെ ഒന്ന് കാന്തല്ലൂർ റൂട്ടിലേക്കോ അല്ലെങ്കിൽ വട്ടവട റൂട്ടിലോട്ടോ ഒക്കെ നമ്മൾ പോയെങ്കിൽ ശരിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിയേ. ഞങ്ങൾ വന്ന ബസ്സാണ് കിടക്കുന്നത് കേട്ടോ. തേയിലത്തോട്ടങ്ങൾ അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇന്നങ്ങനെ വലിയ മഞ്ഞ് ഒന്നുമില്ല. അതുകൊണ്ട് വ്യക്തമായ കാഴ്ചയാണ്. എല്ലാം നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ടില്ലേ? അതൊക്കെ എനിക്ക് തോന്നുന്നു കണ്ണന്താവിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സുന്ദരമായ കാഴ്ചകൾ. ഈ ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോകുന്നതൊക്കെ മറയൂർ, കാന്തല്ലൂരൊക്കെ പോകുന്ന വണ്ടികളൊക്കെ ആകാം. എന്താണേലും വലിയ തണുപ്പൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ കാന്തല്ലൂർ എത്തി. അവിടെ ഈ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചഭക്ഷണം. ഹോട്ടൽ പാരഡൈസ് വാലി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജീപ്പ് യാത്രയാണ്. ഇനി ജീപ്പേ പോകത്തുള്ളൂ. അപ്പം ഞങ്ങൾ ജീപ്പിൽ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പം ഞങ്ങളിവിടെ നേരെ പോകുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ഭ്രമരം പോയിന്റ്. 2-3 ജീപ്പുണ്ട് ഞങ്ങൾക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ? ചന്ദനക്കാടുകളാണ്. ഞങ്ങൾ ബസ് വന്നതൊക്കെ ചന്ദനക്കാട്ടിൽ കൂടിയൊക്കെ ആയിരുന്നു. ഇത് ഈ കാണുന്ന മുഴുവൻ ചന്ദനക്കാടുകളാണ്. നമ്മൾ ചന്ദന കാട്ടിലോട്ട് കയറുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരൊക്കെ എപ്പോഴും ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് കയറാനും പറ്റില്ല. ചുറ്റും ഈ കമ്പി വേലി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ പോകുന്ന വഴിക്ക് എല്ലാവരും നിർത്തി കാണുന്ന സ്ഥലം. ഇത് കണ്ടോ? റോഡെല്ലാം പോയി കിടക്കുക. ഓഫ് റോഡാണ്. ഒരുപാട് ജീപ്പ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പേ പുറകെ ഒക്കെ ജീപ്പുകളുണ്ട്. ജീപ്പ് ഇങ്ങനെ ഇളകി ആടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന പോക്കിൽ ഉള്ള കാഴ്ചകളൊക്കെ ഞങ്ങളെ കാണിച്ചാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഇങ്ങനെ നിർത്തും. ഇവിടെ ഒരു കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടോ? ഹണി റോക്ക്, തേൻപാറ കാണിക്കാം. തൊട്ട് അപ്പുറത്ത് കാണുന്ന ആ പാറ കണ്ടോ? അതേലും മുഴുവൻ തേനീച്ചയുടെ കൂടുകളാണ്. 1-2 ആ പാറയിൽ കംപ്ലീറ്റ് ആയിട്ട് തേനീച്ചയുടെ കൂടുകളാണ്. തേൻപാറ എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഹണി റോക്ക്. ഇവിടെ ബോർഡൊക്കെ ഇരിപ്പുണ്ട്. ഒരു പക്ഷെ പാറയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തേൻ താഴോട്ടൊക്കെ ഇങ്ങനെ ഒഴി വരുന്നത് കിട്ടുമായിരിക്കും. നമ്മുടെ ഈ ചെറിയ ഈ ക്യാമറയിൽ കൂടെ ഇതൊന്നും കാണാവോന്ന് എനിക്കറിയത്തില്ല. ആ പാറയുടെ അടി അവിടെ മുഴുവനും തേനീച്ചയുടെ കൂടുകളാണ്. ഞാൻ ഈ ഫോണിന്റെ ക്യാമറയിൽ കൂടിയാണ് ഇതെല്ലാം എടുക്കുന്നത്. വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോവാണ്. ഇവിടെ ഒരു ചെറിയ ബ്ലോക്കാണ്. എതിരെ ഒരു ജീപ്പ് വരുന്നുണ്ട്. ഇവിടെ എതിരെ ഒരു ജീപ്പ് വന്നു കഴിഞ്ഞാൽ കഷ്ടിച്ചുള്ള ഇടയേ ഉള്ളൂ. ജീപ്പുകളെല്ലാം ഇങ്ങനെ നിർത്തിയിരിക്കുക അത് കയറി വരാൻ വേണ്ടി.
ഒരു ജീപ്പ് അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു ജീപ്പിൽ ഞങ്ങൾ 9 പേരാണ് ഉള്ളത്, ഡ്രൈവറോടെ കൂട്ടി 10. ജീപ്പ് ഇങ്ങനെ ചാടി മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട്, ഇത് കണ്ടോ, ഇതൊരു സ്ട്രോബെറിയുടെ തോട്ടമാണ്. സ്ട്രോബെറി പോകുന്ന വഴിക്ക് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തി. സ്ട്രോബെറി കണ്ടോ, കൃഷി ഇരിക്കുന്നത് കണ്ടോ. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വട്ടവട ചെന്നപ്പം അവിടെയും കണ്ടിരുന്നു. അവിടെ ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണല്ലോ, അവിടെ മുഴുവൻ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ അവരുടെ തന്നെ ആയിരിക്കും ഒരു ചെറിയ ഷോപ്പുണ്ട്. അവിടെ ഇവിടുന്ന് പറിക്കുന്ന സ്ട്രോബെറി ഇതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ നല്ല തിരക്കാ. ഞങ്ങൾക്ക് മുമ്പ് വന്ന ജീപ്പിൽ നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെ കയറിയിട്ടൊക്കെ ഉണ്ട്. നോക്കി എത്ര മനോഹരമായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇതിൽ എല്ലാം പച്ചയും പഴുത്തവും എല്ലാം കിടപ്പുണ്ട്. ഇതേ നിന്ന് അവർ പറിച്ച് നമുക്ക് മുകളിൽ ഉള്ള കടയിൽ നിന്ന് തന്നെ നമുക്കെല്ലാം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അകത്തൊക്കെ നമുക്ക് കയറാൻ പറ്റത്തില്ല, അവിടെ എല്ലാം വേലിയെല്ലാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടോ, ഇതാ ആ ചെറിയ ഒരു കടയുള്ള ഇവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അവിടെ എന്തൊക്കെയോ ഒരുപാട് കുപ്പിക്കകത്തൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചോദിച്ചപ്പം സ്ട്രോബെറിയുടെ സ്ക്വാഷ്, ജാമ്, അച്ചാറ്, അങ്ങനെ എന്തൊക്കെയോ സ്ട്രോബെറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലം തൊട്ടങ്ങാപ്പുറത്ത് തന്നെ അവർ പറിച്ചോണ്ട് വരുന്നതാണ്. അതിൻ്റെ അകത്ത് കുറേ പച്ചയുണ്ട്, പഴുത്തതുണ്ട്. അപ്പോൾ പച്ചയ്ക്ക് പുളിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്കൊരെണ്ണം തന്നു. പച്ചയ്ക്കും പുളിയൊന്നുമില്ല, നല്ല മധുരം തന്നെയാണ്. എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള കേട്ടോ. 1 കിലോയ്ക്ക് 100 രൂപ. ഞങ്ങളുടെ ഇവിടെയൊക്കെ അതിലും വില കൂടുതലാണ്. ഇത് ഇവിടുന്ന് നേരെ പറിച്ചെടുക്കുന്നതുകൊണ്ടായിരിക്കും 100 രൂപയുള്ളൂ 1 കിലോയ്ക്ക്. വന്ന എല്ലാവരും തന്നെ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവരും അതിനു മുമ്പ് വേറെ ജീപ്പുകളിൽ വന്നവരും എല്ലാം ഇവിടുന്ന് എല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. എല്ലാം സ്ട്രോബെറി അല്ലേ? എന്തൊക്കെയോ സ്ട്രോബെറിയുടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല മനോഹരമായ സ്ഥലം കണ്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭ്രമരം പോയിന്റ്. ഇതിന്റെ പേരെന്നാ ഇവിടുത്തെ? ബ്രഹ്മരം. സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടാണോ അങ്ങനെ വന്നത്? ഇത് സെൽവൻ, ഞങ്ങളെ ജീപ്പിന്റെ ഡ്രൈവറാണ്. സെൽവൻ പറഞ്ഞത് ഈ ഭ്രമരം സിനിമ ഇറങ്ങിയാൽ പിന്നെയാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ വരുന്നത്. അതിനു മുമ്പ് ഈ സ്ഥലമൊന്നും ആർക്കും അറിയത്തു പോലും ഇല്ലായിരുന്നു. ഉള്ളിലോട്ട് കയറിയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോഴും ഇങ്ങോട്ട് ഓഫ് റോഡാണ്, ജീപ്പിലെ നമുക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സ്ഥലത്തിന്റെ ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ ഈ പുല്ലുകൊണ്ട് ചെറിയ കുടിലുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോയും ഒക്കെ എടുക്കാം. നല്ല മനോഹരമായ സ്ഥലമാണ്. ഇത് കണ്ടോ, ഇവിടെ ഇതുപോലെ ട്രീ ഹൗസുകളൊക്കെ ഒരുപാടുണ്ട്. ആ ചെറിയൊരു ഗോവണി, ചെറുതല്ല വലിയ ഒരു മരത്തിന്റെ മുകളിലാണ്. ആ ഗോവണിയെ കൂടെ നമ്മൾ മേളിലോട്ട് കയറി ചെല്ലണം. മുകളിൽ ഒരു വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മേൽക്കൂര ഇതെല്ലാം പുല്ലാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇപ്പുറത്തോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ കാണാം. കണ്ടോ, അതിന്റെ ഏറ്റവും ഉയരത്തിലാണ് വീടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊന്ന് ഇറങ്ങിയിട്ട് കയറാന്ന് വെച്ചിട്ട് നടക്കത്തില്ല, അവർ ഇറങ്ങുന്നില്ല. എല്ലാവരും അവിടെ തന്നെ അങ്ങ് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. ഇവിടെ നല്ല തിരക്കാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇവിടെ എല്ലാ ദിവസവും 1000-ൽ പരം വിനോദസഞ്ചാരികൾ ഇവിടെ വന്നിട്ട് പോകുന്നതാണെന്നാ പറഞ്ഞത്. എന്താ അല്ലേ, ഒറ്റ സിനിമയും കൊണ്ട് ഈ സ്ഥലത്തിന്റെ തലവര മാറ്റിക്കുറിച്ചാണ്. അതുകൊണ്ടോ ഇവിടെ എല്ലാം ഉണ്ട്. ഇങ്ങനെ ഏറുമാടങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ട് നമുക്ക് കയറണമെന്നുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ മുഴുവൻ ആൾക്കാർ ഉണ്ട്. കയറുന്നവർ താഴോട്ട് ഇറങ്ങുന്നില്ല. താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഒരേ സമയം 7 പേർക്ക് അവിടെ ഇരിക്കാവുള്ളൂ. 7 അല്ല 14 പേരോളം ഉണ്ട്. ഒത്തിരി ആൾക്കാർ അവിടെ കയറിയിരിപ്പുണ്ട്. ഞങ്ങള് വന്ന ജീപ്പാണ് ആ കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾ വന്ന ജീപ്പ് കൂടാതെ ഒരുപാട് ജീപ്പുകൾ കിടപ്പുണ്ട്. ഇങ്ങോട്ട് ജീപ്പേലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ കാന്തല്ലൂരിൽ നിന്ന്. കാന്തല്ലൂർ ഇതുപോലെയുള്ള ഇങ്ങോട്ട് വരാനും ഒക്കെ ആയിട്ട് 200-ൽ പരം ജീപ്പുകൾ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം ആൾക്കാരായിരിക്കും ഇവിടെ കാണാൻ വരുന്നെന്നുള്ളത്. ഞങ്ങൾ വന്ന ജീപ്പിന്റെ ഡ്രൈവറോട് ഞാൻ ചോദിച്ചപ്പം സെൽവൻ എന്നോട് പറഞ്ഞ് ഒരു ദിവസം 2 ട്രിപ്പ് ഇവിടെ വരുമെന്ന് പറഞ്ഞു.
ഇവിടെയും പിന്നെ കുറെ സ്ഥലങ്ങൾ ഞങ്ങളെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി എവിടെയൊക്കെയാണെന്നുള്ളത് പോകുമ്പോൾ പറയത്തുള്ളായിരിക്കും. രണ്ട് മുരുകൻമല എന്നൊക്കെ പറഞ്ഞു, അങ്ങോട്ടൊക്കെ പോകാനായിട്ടുള്ള. ഇവിടുത്തെ സൗന്ദര്യം കണ്ടോ, ഏത് ഭാഗത്തോട്ട് നോക്കിയാലും നല്ല സൗന്ദര്യമുള്ള സ്ഥലങ്ങളാണ്. സ്വർഗം പോലെ കിടക്കുകയാണ് ഈ സ്ഥലം. ഇത് കാന്തല്ലൂരിന്ന് 7 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് കേട്ടോ. നമ്മൾ കാന്തല്ലൂർ വന്നിട്ട് വേണം ഇങ്ങോട്ട് പോരാൻ കേട്ടോ. ജീപ്പിൽ ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് വരാതെ കിടന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ രാത്രിയൊക്കെ ആയിക്കഴിയുമ്പം മറ്റു മൃഗങ്ങളുടെയൊക്കെ ശല്യം കാണും. കാരണം ഇവിടെയെല്ലാം അപ്പുറം മുഴുവൻ കാടുമൊക്കെ ആണല്ലോ. ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞാൻ ആ ചന്ദന കാടുകൾ കാണിച്ചല്ലോ, അവിടെയൊക്കെ രാത്രിയിൽ ആനിമൽസിന്റെ ഭയങ്കര ശല്യമാണെന്നാ പറഞ്ഞത്. ആന, അങ്ങനെ കാട്ടുപോത്ത്, ഇതെല്ലാം ഇറങ്ങുന്നു. ഇവിടെയും കാണുമായിരിക്കും. അതിനോടൊക്കെ ചേർന്ന് തന്നെ ഇവിടവും കിടക്കുന്നത്. ഇവിടുത്തെ സൗന്ദര്യം എനിക്ക് പറഞ്ഞ് അങ്ങോട്ട് അറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കാന്തല്ലൂർ വന്നിട്ട് ഇവിടെ വന്ന് കാണണം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഗവി പോയിരുന്നു. ഗവി പോയതിനെക്കാട്ടിലും സൗന്ദര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ച നമ്മൾ എത്ര കണ്ടാലും തീരത്തില്ല, അങ്ങ് കിടക്കുവാണ്. നമ്മുടെ ഇവിടെയുള്ളവർ മാത്രമല്ല കേട്ടോ, വിദേശികളും ഒക്കെ അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, അവരും എല്ലാം വണ്ടിക്ക് എന്തോ വന്നവരാ. അവർ ജീപ്പിൽ എന്നിട്ട് ഇവിടെ വന്ന് താഴെ കൂടെ എല്ലാം താർത്ത് നടപ്പുണ്ടാവും. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. കാരണം എവിടെ നിന്നാ വീഡിയോ എടുക്കേണ്ടെന്നാണ് നമുക്ക്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ്, കുന്നും മലകളും. ഒരു പക്ഷേ മഞ്ഞും കൂടെയൊക്കെ വന്നു കഴിയുമ്പം ഈ സ്ഥലത്തിന്റെ ഈ പ്രകൃതിക്ക് ഒന്നും കൂടെ ഭംഗി കൂടുമായിരിക്കും. കാരണം മഞ്ഞ് ഇങ്ങനെ ഈ മലകളുടെ ഇടയ്ക്കൂടെ എല്ലാം തിങ്ങി നിൽക്കുമ്പോഴേ ഒന്നും കൂടെ രസമുള്ള കാഴ്ചയായിരിക്കും. പക്ഷേ അന്നേരം നമുക്ക് ഒത്തിരി ദൂരോട്ടൊന്നും കാഴ്ച കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെയെല്ലാം ജീപ്പുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ താഴോട്ടെല്ലാം ജീപ്പ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഒരു 100-150 ജീപ്പ് കാണും, അത്ര ഇവിടെ കിടപ്പുണ്ട്. ചില ജീപ്പൊക്കെ തിരിച്ചു പോകുന്നു, വന്നവരെയും കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ട്, മഴ പെയ്യത്തില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഇവിടുത്തെ ബാക്കി കാഴ്ചകളും ഞങ്ങൾ അടുത്ത കാഴ്ച കാണാൻ പോകുന്നതെല്ലാം കൂടെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലായിട്ട് കാണാം.